ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ ഇതൊക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ് പിറ്റേ ദിവസം. അങ്ങനെ രാവിലെ 8 മണിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അലൈനിൽ പോവാണ്. അപ്പം അങ്ങോട്ട് പോവാം. Dubai Road, E66. Take the ramp to Al Ain, Dubai. Exit the roundabout onto Mohammed bin Khalifa Street. In 400 meters at the roundabout, take the second exit and stay on Mohammed bin Khalifa Street. അഭിലാഷിയുടെ വീട്ടിലാണ് വന്നതെന്ന്. നമ്മളങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ്. ഫുഡ് അവിടെ നിന്ന് ലീവാണ്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിയും ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്താ മീനാണോ? ചിക്കനൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ വൈകിട്ട് ബാർബിക്യൂ ഉണ്ടാക്കും. അടിപൊളിയായിട്ട് ബാർബിക്യൂ കണ്ടിട്ട് കാണിക്കാം. എല്ലാവരും ഇവിടെ കുക്കിങ്ങിലാണ്. അഭിലാഷ് അവിടെ കിടപ്പുണ്ട്. അഭിലാഷ് ചാറ്റിങ് ഇല്ല. അഭിലാഷേ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ചാറ്റിങ് കണ്ടോ? നമ്മൾ വൈകിട്ടത്തേക്കുള്ള ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ അഭിലാഷ് അത് ക്ലീൻ ചെയ്യാണ്. നമ്മൾ വൈകിട്ട് ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതാരും വന്നു. വനമാല വന്നിട്ടുണ്ട്. അല്ല, ഐശ്വര്യ വന്നിട്ടുണ്ട്. ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ അഭിലാഷ് ക്ലീൻ ചെയ്യാണ്. അഭിലാഷ് തന്നെ ക്ലീൻ ചെയ്യണം. ഇത് ഐശ്വര്യ എന്താ കുക്ക് ചെയ്യാൻ പോവാണ്. അഭിലാഷ് വൈകിട്ടത്തേക്കുള്ള ബാർബിക്യൂ റെഡിയാക്കാണ്. ബാർബിക്യൂവിൻ്റെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ രീതിയിൽ കഴിയാലേ വൃത്തിയാക്കിയാലേ അത് പറ്റത്തുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കിയില്ല. അപ്പോൾ അഭിലാഷ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷും മേടിച്ചിട്ടുണ്ട് ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓണം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഫുള്ള് സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഐശ്വര്യ. ഈ നാരങ്ങ ഒഴിക്കുന്നത് ഈ കഴിയുന്നതിന് മുമ്പ് ചിക്കൻ്റെ ഒരു ഓർഡർ മാറാനായിട്ട്. ഇതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത മസാല കൊടുക്കുന്നത്. ഓരോന്ന് ചോറ് റെഡിയാകുന്നുണ്ട്. മീൻ, ചിക്കൻ എല്ലാം റെഡിയാകുന്നുണ്ട്. നമ്മൾ നോർമലി ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ അതിൻ്റെ ആ ഒരു ഓർഡറും സ്മെല്ലും പിന്നെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഇനിഷ്യൽ മാരിനേഷൻ എന്ന പോലെ ഈ നമ്മൾ ഉപ്പ്, നാരങ്ങ, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, അത് എല്ലാം കൂടെ നമ്മളിങ്ങനെ ചതച്ച് ഈ വെള്ളത്തിലോട്ടിട്ടിട്ട് ഒരു അരമണിക്കൂർ, ഹാഫ് ആൻ അവർ വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പീസസ് എല്ലാം മറ്റേ ആ ഒരു സ്മെല്ലും കാര്യങ്ങളെല്ലാം മാറിക്കിട്ടും. മനസ്സിലായില്ലേ? എന്നിട്ടാണ് നമ്മൾ മസാല വീട്ടുന്നത്.
മസാല പുരട്ടുമ്പോൾ തന്നെ നമ്മൾ ഇനിഷ്യലി നമ്മൾ ആദ്യമേ മഞ്ഞൾപ്പൊടി, നാരങ്ങ, ഉപ്പ് ഇത് മൂന്നും ഇട്ടിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കും. മുളക് പൊടി, ബാക്കിയുള്ള മസാലകളെല്ലാം അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ചേർക്കാറ്. വെള്ളത്തിലിട്ട് കലക്കി ഇല്ലില്ല, നമ്മളൊരു 6, 8, 10 ടേബിൾ സ്പൂണോളം മാവിട്ടിട്ട് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഈ മട്ടൻ്റെ പീസസ് അതിനകത്തിട്ടിട്ട് അതിനൊന്ന് ഇത് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ്സ് മറ്റേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ കഴുകി നല്ലോണം എടുക്കുമ്പോഴേക്കും ഈ സ്മെല്ലങ്ങ് മാറും. ഫുൾ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് ചെയ്ത് അടിപൊളി മീൻ റെഡി. മീനാണ്ടോ? ഫുഡ് ഐറ്റംസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. മീൻ, പരിപ്പ്, ചോറ് എത്തിയിട്ടുണ്ട്. അടുത്ത ഇല അഭിലാഷ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ വരും. പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഗോപാലകൃഷ്ണന്റെ പിന്നെ വിളിക്കാം. ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ. അത് വേണ്ട. ഓക്കെ, പരിപ്പ് മതി മതി മതി. പരിപ്പ് നെയ്യും കൂട്ടി പരിപ്പ് ഒരു പിടിക്കാം. ഞങ്ങൾ ചെറിയ രീതിയിലൊരു സദ്യയാണ് ഉണ്ടാക്കിയത്. ഓണം കഴിഞ്ഞല്ലോ, അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ചെറിയ രീതിയിലൊരു സദ്യ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പോകും. അങ്ങനെ നമ്മൾ അടിപൊളി ഓണസദ്യയൊക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.